ഹലോ, നമ്മുടെ വീട്ടിൽ നടന്ന കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സും റെസിപ്പീസും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ശരി, വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ അമ്മയും അമ്മായിയും ഉണ്ണിയൊക്കെ വാക്സിൻ എടുക്കാൻ പോവാണ്. അമ്മയുടെയും അമ്മായിയുടെയും സെക്കൻഡ് ഡോസും ഉണ്ണിയുടെ ഫസ്റ്റ് ഡോസും ആണ് കേട്ടോ. എന്തായി, കടച്ചിലുണ്ടോ? നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വീട്ടിലുണ്ടായ പാഷൻ ഫ്രൂട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. പ്രിപ്പറേഷൻ ഓക്കെ. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ്. ആദ്യം പച്ചരി കുതിർക്കാൻ വെക്കും ഒരു 4-5 മണിക്കൂർ. ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൊത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. ആദ്യം തന്നെ ശർക്കര നമ്മൾ പാനിയാക്കണം. പിന്നെ ഏലക്കായ വറുത്ത് പൊടിക്കുകയാണ്. അപ്പോൾ എളുപ്പമായിട്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വയ്ക്കും.
ഫ്രിഡ്ജും അലമാറയും എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തു കേട്ടോ അവര്. ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത ഒരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കുക. പരിപ്പ് വേവിച്ചിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. ചേമ്പിൻ്റെ ഇല അങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിക്കാം. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും അരച്ച് ചേർക്കുക. ഓക്കെ, എന്നിട്ട് ഉള്ളിയിൽ വറവിടാം. ഭയങ്കര യമ്മി ആയിട്ടുള്ള ഒരു പച്ചക്കറിയുടെ ഒരു കൂട്ടാനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചീരക്കറിയൊക്കെ വെക്കുന്ന പോലെ ഉണ്ട്. ഇല ഒന്നും പെട്ടെന്ന് ചേമ്പിൻ്റെ ഇലയെന്ന് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ചേമ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ. പിന്നെ ഇത് നമുക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മൂന്നാക്ക പള്ളിയിലേക്ക് അരി കൊടുക്കുക എന്നുള്ളൊരു നേർച്ച. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് എനിക്ക് പേഴ്സണലി ഭയങ്കര വിശ്വാസമുള്ള സ്ഥലമാണ്. എനിക്ക് 2 എക്സ്പീരിയൻസായി ഇതുകൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മൂന്നാക്ക പള്ളിയിലേക്ക് അരി കൊടുക്കുക എന്ന് നേർന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്കൂ, അത് നിറവേറുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. പിന്നെ ഇത് ഞാൻ ഫുള്ള് എടുക്കാൻ മറന്നിട്ട് നമ്മൾ ഇഞ്ചിപ്പിക്കും നന്ദിപ്പിക്കും ഓരോ വള വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഒരു വള മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ ഞാൻ മറന്നുപോയി. അപ്പോൾ 2 പേർക്കും ഒരേപോലത്തെ വള എടുത്തത് നമ്മൾ. ഇതാരത് നന്ദുട്ടി ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഉണ്ണി റെഡി ആയി കൊടുക്കുകയാണ്. 2 ഷോളൊക്കെ പിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ സാരി പോലെ ആക്കിയത്. അറിയോ? എങ്ങനെ ഉണ്ടാക്കിന്ന് പറയും? ഇത് ആദ്യം എന്ത് ചെയ്യണം, ശർക്കര പാവാക്കുക. പാവാക്കിട്ട് വെച്ചിട്ട് അതിലേക്ക് പിന്നെ ചക്ക വരട്ടിയത് ഇടുക. എന്നിട്ട് വരട്ട് നല്ല കുഴമ്പാക്കിട്ട് പിന്നെ അരിപ്പൊടി ഇടുക. തേങ്ങ കൊത്തിട്ടിട്ട് പിന്നെ വാഴല നല്ല വാട്ടുക. എന്നിട്ട് അരിക്ക് ഒഴിച്ചിട്ട് 4 പൊടി കൂട്ടിട്ട് വേവിക്കുക. ഇത് നമ്മൾ വഴറ്റി വെച്ച എങ്ങനെ ഉണ്ടാക്കി വെച്ചത്? ഇത് ആദ്യം ചക്ക മുറുക്കുക. എന്നിട്ട് നല്ല വഴറ്റുക. ഉള്ളിയിലിട്ടിട്ട് അവസാനമായിട്ട് വഴറ്റുക. ആ വഴറ്റിയിട്ട് അതിലേക്ക് പിന്നെ നെയ്യും വഴറ്റി വരുന്ന സമയത്ത് നെയ്യും ശർക്കരയും കൂടെ ഇട്ടെടുക്കും. വഴറ്റി കുറേ നേരം വെള്ളമൊക്കെ വറ്റി ഉണ്ടെങ്കിൽ
അത് കുഴപ്പമില്ല അത് വാട നമ്മൾ തരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെല്ലൈക്കൺ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.